ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സ്നേഹനിധിയായ ദൈവത്തിന്റെ മക്കളായ നാം ഓരോരുത്തരോടുമുള്ള അവിടുത്തെ സ്നേഹ സംഭാഷണമാണ് 73 പുസ്തകങ്ങളുള്ള ബൈബിൾ. ഇതിനെ പഴയ നിയമവും പുതിയ നിയമവുമാക്കി തിരിക്കാം. ലോക സൃഷ്ടിയും മനുഷ്യ സൃഷ്ടിയും, അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ, അവിടുത്തെ തിരഞ്ഞെടുപ്പ് എന്നിവ ഉൾക്കൊള്ളുന്ന 46 പുസ്തകങ്ങളാണ് പഴയ നിയമം. ഈശോയുടെ ജനനം, ജീവിതം, മരണം, ഉത്ഥാനം, സ്വർഗാരോപണം, പരിശുദ്ധാത്മാവിന്റെ ആഗമനം, തിരുസഭയുടെ പ്രവർത്തികൾ, അവിടുത്തെ രണ്ടാം ആഗമനം എന്നിവ ഉൾക്കൊള്ളുന്ന 27 പുസ്തകങ്ങളാണ് പുതിയ നിയമം. പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ: ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത്, 1 സാമുവേൽ, 2 സാമുവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്ര, നെഹമ്യ, തോബിത്ത്, യൂദിത്ത്, എസ്തേർ, 1 മക്കബായർ, 2 മക്കബായർ, ജോബ്, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗകൻ, ഉത്തമഗീതം, ജ്ഞാനം, പ്രഭാഷകൻ, ഏഷ്യ, ജെറമ്യ, വിലാപങ്ങൾ, ബാരൂക്ക്, എസേക്കിയേൽ, ദാനിയേൽ, ഹോസിയ, ജോയേൽ, ആമോസ്, ഒബാദിയ, യോന, മിക്ക, നാഹും, ഹബക്കുക്ക്, സഫാനിയ, ഹഗായി, സക്കറിയ, മലാക്കി എന്നിവയാണ്. പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ: മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ, റോമ, 1 കൊരിന്തോസ്, 2 കൊരിന്തോസ്, ഗലാത്തിയ, എഫെസോസ്, ഫിലിപ്പി, കൊളോസോസ്, 1 തെസ്സലോനിക്ക, 2 തെസ്സലോനിക്ക, 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ഫിലേമോൻ, ഹെബ്രായർ, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദാസ്, വെളിപാട് എന്നിവയാണ്. നന്ദി. ജയ് ക്രൈസ്റ്റ്.